ഇപ്പോൾ പലതും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതാണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഞാൻ 1-2 പേര് സംസാരിച്ചപ്പോൾ ഈ സാബുദാന ഉദാഹരണത്തിന്, സാബുദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാബുദാന കഴിച്ചിട്ടുണ്ടോ? സാബുദാന എന്ന് പറഞ്ഞാൽ ചെറിയ വൈറ്റ് ഗ്രാനുവൽ ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഇത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന പലരും അരിയാഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടി അന്ന് ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കൃത്യമായിട്ട് ഫാസ്റ്റ് എടുക്കുക, അറിയാം അവിടെ ഉള്ളൊരു രീതി. ഇവർ വിദേശത്തും എവിടെ ആണെങ്കിലും ഇത് കഴിക്കും. ഇപ്പോൾ ഗുജറാത്തികളൊക്കെ വളരെയധികം പേര് വിദേശത്തൊക്കെ അവരൊക്കെ ഈ സാബുദാന വെച്ചിട്ടുള്ള ഖീർ ഉണ്ടാക്കും, അതുണ്ടാക്കി ഇതൊക്കെ കഴിക്കും. ഈ സാബുദാന എന്താണെന്ന് അറിയാം, നമ്മുടെ കപ്പയാണ്. നമ്മുടെ കപ്പയുടെ പൊടി, അത് കപ്പ പൊടിച്ചിട്ട് അതിനെ ഗ്രാനുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതാണ് ഈ സാബുദാന എന്ന് പറയുന്നത്. എത്ര കോടിയുടെ ബിസിനസ്സാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളം തന്നെയാണ്. നമ്മൾ കപ്പ അതേപടി കൊടുക്കുക. അപ്പോൾ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ശരിക്ക് നമ്മളെ ബാധിക്കും. കപ്പ എല്ലാവരും ഒരു സമയത്ത് കപ്പ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷേ ഇത് 1 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ബെറ്റർ പ്രൈസ് കിട്ടും. ഇതിന് ഈ കപ്പ ശരിക്കും പൊടിക്കാൻ പറ്റും. പൊടിച്ച് അത് വലിയ ചിലവുള്ളൊരു സംഭവം നല്ല ചെറിയ യൂണിറ്റ്സേ ആവശ്യമുള്ളൂ. പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൗഡറാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. വില കൂടുന്ന സമയത്ത് പൊടിയായിട്ട് തന്നെ വിൽക്കാനും പറ്റും. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണ്. വാല്യൂ ചെയിനിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂ മേളിലോട്ട് കയറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് പോകണം. ഇപ്പോൾ ഇത് പൊടിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും പലതും ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഇല്ല. വേറെ സപ്പോർട്ടുണ്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു PM സമ്പദ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഇതുപോലത്തെ ഒത്തിരി സ്കീംസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ പ്രോസസ്സിങ് യൂണിറ്റുകൾ വെക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ആകെ 2 കമ്പനികളെ അത് അവെയിൽ ചെയ്തിട്ടുള്ളൂ. 10 കോടിയാണ് കിട്ടുന്നത്. ഒരു പ്രോജക്റ്റ് വെക്കണം, അത് വയബിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ്, 10 കോടിയുടെ സപ്പോർട്ടാണ്. ആൻഡ് എഗെയിൻ ടാക്സ് ഫ്രീ ആണിത്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചർ അലൈഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ. ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന വെയർ ഹൗസുകൾ, അല്ലെങ്കിൽ ഈവൻ ഒരു വീഡിങ് പ്രോസസ്സ് മാത്രം, അല്ലെങ്കിൽ പ്ലവിങ്, ഇത് മാത്രം ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും ടാക്സ് ഫ്രീ ആണ്. ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ഡൺ. ഈ പറഞ്ഞുകൊണ്ട് അതിലോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേരളത്തിൽ അത് ചെയ്യുന്നില്ല എന്ന് വെച്ച് വേറെ എവിടെയും ഇല്ല എന്ന് വിചാരിക്കരുത്. പുറത്ത് നന്നായിട്ട് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോസിറ്റീവായി കാണുന്നത് അവന് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശം സാധനമല്ല. കൃഷിക്കകത്തോട്ട് ആ കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പം കർഷകന് ഗുണമേ ഉണ്ടാവുള്ളൂ. അത് ഗുണം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ എപ്പോഴും ആശ്രയിച്ചും ഒരു ദാരിദ്ര്യം പറഞ്ഞും സങ്കടപ്പെട്ടും ജീവിക്കേണ്ട ഒരു മനുഷ്യനൊന്നും അല്ല ഒരു കർഷകൻ. കർഷകൻ എന്ന് പറഞ്ഞാൽ കർഷകൻ്റെ കോൺസെപ്റ്റ് ഹാസ് ടു ചേഞ്ച്. യങ്സ്റ്റേഴ്സ് വരാനുണ്ട് അതിനകത്ത്. എനിക്കറിയാവുന്ന ഒരു കർഷകൻ, അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനെ മീറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് വലിയ ആരാധകനാണ്. സംസാരിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കർഷകനാണെന്ന് പറയും. അപ്പോൾ കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടും മറ്റുമൊക്കെ വളരെ വലിയ ബ്രാൻഡഡ് ഷർട്ടും, പുള്ളി വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു ഓഡിയിലും ഒക്കെയാണ്. അപ്പോൾ ഈ എഴുത്തുകാരൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു കർഷകനെ ആദ്യമായിട്ട് കാണാണ്. ഇദ്ദേഹം ഹോർട്ടികോർപ്പാണ് ചെയ്യുന്നത്. ഓൺലി ഹോർട്ടികൾച്ചർ സ്റ്റഫ്, ഫ്ലോറിക്കൾച്ചർ, ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ് കേട്ടോ. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസും ഇക്കോസിസ്റ്റവും ഇതെല്ലാം കൂടെ വന്ന് ചേരുമ്പം ഇറ്റ് ബിക്കംസ് ലൈക്ക് എനി അതർ ബിസിനസ് ബട്ട് എ മോർ ലുക്രേറ്റീവ് ബിസിനസ്.